തൻ്റെ വീട്ടിലെ പൂച്ച കണ്ട ആ വീട്ടുകാരനെ വിളിച്ച സമയത്ത് ഓടിപ്പോയിട്ട് ആ ഓട്ടോയിൽ കയറിയത്. ആ പൂച്ച ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലേ എത്രമാത്രം ആ പൂച്ചയും ആളും തമ്മിൽ ബന്ധമുണ്ടാകും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും വീട്ടിലുണ്ടാവില്ല. കാരണം ഏത് സമയത്തും ഓട്ടോ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകേണ്ടതായിട്ടുണ്ടാവും. പക്ഷേ ഇത്ര തിരക്കിലും അദ്ദേഹം ആ പൂച്ചയോടടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ ആ പൂച്ച വിളിച്ച സമയത്തിന് ഓടി ചെല്ലുന്നത്. എന്തിനാണേലും ഓടിച്ചെന്ന ആ പൂച്ച അദ്ദേഹം വിളിച്ച സമയത്ത് ഓടിപ്പോയിട്ട് വണ്ടിയിൽ കയറിയിരിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹത്തിൻ്റെ കൂടെ ആ വണ്ടിയിൽ ആ സീറ്റിൽ കയറിയിരിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്താ അറിയോ, ഞാനൊക്കെ പണ്ട് വീട്ടിൽ പൂച്ച ഉണ്ടാകുന്ന സമയത്ത് പൂച്ചനെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ അതിനെ ഓടിക്കാറാണ്. അന്നൊന്നും നമുക്ക് പൂച്ചയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച സാധാരണ അടുക്കളയിലൊക്കെ വന്നിട്ട് നമുക്ക് കഴിക്കാനുള്ളത് കൂടി തട്ടിയിടായിരുന്നു. പക്ഷെ അന്നൊന്നും നമ്മൾ പൂച്ചനെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ട സമയത്ത് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും അത് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ തട്ടിയിട്ട് കഴിക്കില്ലായിരുന്നുള്ളത് പിന്നീട് പൂച്ചകളെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പൂച്ചകൾ നമ്മളൊക്കെ വിളിക്കുമ്പോൾ അടുത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിലില്ല, പുറത്തുള്ളത്. പക്ഷേ നമ്മളിവിടെ പൂച്ചകളെ കാണുമ്പോൾ ആരെ വിളിക്കുമ്പോൾ അവർ ഓടി വരാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ തുടരുന്ന സമയത്ത് അവിടെ നിന്ന് വരാറുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലെ പൂച്ചകളുണ്ടല്ലോ, ഓൾറെഡി നമ്മളതിനെ അതിനെ ശീലമായിട്ട് നമ്മളെ കാണുമ്പോൾ അത് ഓടിപ്പോവാറാണ്. പിന്നീട് അത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികളെടുത്ത് ചെല്ലുമ്പോൾ അത് നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കാറാണ്. കാരണം ആ പൂച്ചക്കുള്ള ശീലം എന്താണ്, നമ്മളതിനെ എപ്പോഴും ഓടിക്കുകയും അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികളും അത് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. കാരണം ആ പൂച്ചകൾ അവരുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഇത് നമ്മുടെ ശത്രുക്കളാണ്, അല്ലെങ്കിൽ ഇവർ നമ്മളെ ആക്രമിക്കുന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ പൂച്ചനെ വളർത്താത്ത പല വീട്ടിലും അവരുടെ കുട്ടികളിങ്ങനെ വളർന്നു വരുമ്പോൾ അവരും വീട്ടുകാരോട് ഒരു അടുപ്പമില്ലാത്ത പൂച്ചകളായിട്ടാണ് മാറുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് നിങ്ങൾ കുറച്ച് ആ പൂച്ചകളോടൊന്ന് സ്നേഹത്തോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന കുട്ടികളും ആ പൂച്ച കെയർ ചെയ്യാതെ നമ്മൾ അതിനടുത്ത് ചെല്ലുമ്പോൾ ആ പൂച്ച ഒന്നും പ്രതികരിക്കാതിരിക്കും. പക്ഷേ അന്നൊന്നും അറിഞ്ഞിരുന്നില്ല, നമ്മളൊക്കെ ഒരുപാട് നല്ല പൂച്ചകളുണ്ടാകും, അതിനൊന്നും കെയർ ചെയ്തിരുന്നില്ല. പക്ഷെ ഇന്ന് ഒരുപാട് ആളുകൾ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാനിവിടെ ദുബൈയിൽ ബർദുബൈയുടെ ഭാഗത്താണ് താമസിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അതിൻ്റെ സൈഡിലായിട്ട് ഡെയിലി ഒരു പൂച്ചനെ കാണാറുണ്ട്. സംഭവം പൂച്ച എന്നും ഭയങ്കര അവശനായിട്ടാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്, അതിനിടയ്ക്കെല്ലാം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു ദിവസം ഒരു ഫോറിനേഴ്സ് വന്നിട്ട് അതിനെ കുറച്ച് മരുന്നൊക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലായത് ആ പൂച്ചയുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരതിൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അതിനെ ശുശ്രൂഷിക്കാറാണുള്ളത് ഡെയിലി. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടുന്ന് ഒരു ഏകദേശം 4-5 കിലോമീറ്റർ ദൂരെയാണ് അവർ താമസിക്കുന്നത്. എന്നിരുന്നാൽ പോലും അവർ ആ പൂച്ചനെ ഡെയിലി മരുന്ന് അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഏകദേശം 3 കിലോമീറ്റർ അവർ വരാറുണ്ട്. അവർ ഏകദേശം ഒരു മാസത്തിൻ്റെ വിസിറ്റിങ്ങിനായിട്ട് ദുബായ് സന്ദർശനത്തിനായിട്ട് വന്നതാണ്. പക്ഷേ അവർ വഴിയിൽ കണ്ടൊരു പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് അത്രയും 3 കിലോമീറ്റർ ഡെയിലി യാത്ര ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നടന്നിട്ടാണ് വരുന്നത്. നടന്ന് വന്നിട്ട് അതിനെ തിരഞ്ഞു വരാൻ കാരണം ഉണ്ടെങ്കിൽ അവർ അത്രയും മാത്രം പൂച്ചകളെ സ്നേഹിക്കുന്നുണ്ടാവും, അത്രയും നല്ല മനസ്സുണ്ടാവും. അത് കണ്ടപ്പോഴാണ് എന്നോട് തന്നെ ഒരു ദേഷ്യം തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെയിലി അതിനെ കാണാറുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുറിവുകളൊന്നും ശ്രദ്ധിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അവരൊരു പ്രാവശ്യം കണ്ട സമയത്ത് ആ പൂച്ചയ്ക്ക് ഞാൻ വിചാരിച്ചത് എന്താണ്, അതിനെന്തോ ക്ഷീണമായിട്ട് കിടക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അവരതിനെ കറക്റ്റായിട്ട് ശുശ്രൂഷിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ വേണ്ട മരുന്നുകളും വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്ര അടുത്തുണ്ടായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല, അവരത് ചെയ്യുന്നു എന്നുള്ളത്. ഒരു പക്ഷെ അതിൽ നിന്നൊരു പ്രത്യേകിച്ച് ഒരു ഉപകാരം കിട്ടണം എന്നല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിൽ നിന്ന് മറ്റുള്ളവർ അതിനെ നോക്കി കണ്ടിട്ട് കുറച്ച് പ്രശംസ കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അതൊന്ന് വീഡിയോ എടുക്കണം എന്നാണ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ദിവസമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാതിരുന്നത്. ഇനി അടുത്ത പ്രാവശ്യം അവരെ കണ്ട എന്ത് തന്നെയായാലും അതിൻ്റെ വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.
അപ്പോൾ എന്താണെങ്കിലും ഇന്നിവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര പൂച്ചനെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് ചെയ്തില്ല എന്നുള്ളത് എൻ്റെ ഒരു കുറ്റബോധമാണ്. അത് നിങ്ങളോട് കൂടി പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ആ വീഡിയോ അങ്ങനെ ചെയ്തത്. എന്തിനെങ്കിലും വേറൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.